ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ കേരളത്തിൽ ബി.ജെ.പിക്ക് ആദ്യമായി ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പിലൂടെ നേടിക്കൊടുത്ത സുരേഷ് ഗോപി വീണ്ടും ഒരു മഹാനാണക്കേടിലേക്ക് മഹാദുരന്തത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാണമില്ലാത്തവൻ എന്ത് നാണക്കേട് എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ തോന്നാം. അത് യാദൃശ്ചികം മാത്രം. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല. പറയാനുള്ളത് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ്. സുരേഷ് ഗോപി 70,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കയറിയപ്പോൾ ബി.ജെ.പി നേതാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്. ഇത് ജനങ്ങൾ ബി.ജെ.പിയെയും സംഘപരിവാറിനെയും കേരളത്തിൽ സ്വീകരിച്ചു, ആനയിച്ചു എന്നതിൻ്റെ തെളിവാണ് എന്ന്. മതനിരപേക്ഷ കേരളം, ജനാധിപത്യ കേരളം, മതസൗഹാർദ്ദ കേരളം, മതനിരപേക്ഷ കേരളം ബി.ജെ.പിക്ക് കളമൊരുക്കുന്നു, കേരളത്തിൽ താമര വിരിഞ്ഞു എന്ന് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രചാരണങ്ങളും നടന്നു. എന്നാൽ ദാ ഇപ്പോൾ സുരേഷ് ഗോപി നാണം കെട്ട് ചൂളി താഴേക്ക് നോക്കി തല കുനിച്ച് നിൽക്കാൻ പോവുകയാണ് എന്ന നിർണായകമായ ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, ഹിന്ദു വിശ്വാസിയുടെ വികാരങ്ങൾ മുതലെടുത്ത് ഹിന്ദുക്കളെ പറ്റിച്ച് ഹൈന്ദവരുടെയും തൃശ്ശൂരുകാരുടെയും കേരളത്തിൻ്റെ തന്നെയും ഏറ്റവും വലിയ വൈകാരികമായ അടുപ്പമുള്ള ഒരു ഉത്സവമായ തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപിയും ബി.ജെ.പിയും അതോടൊപ്പം അവരുടെ PR കമ്പനിയും വിജയം നേടിയത് എന്ന സൂചനകൾ വളരെ വ്യക്തമായി പുറത്തു വന്നിരിക്കുന്നു. സുരേഷ് ഗോപി ഈ പൂരം കലങ്ങി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൂരം തടസ്സപ്പെട്ട ദിവസം സേവാഭാരതിയുടെ ആംബുലൻസിൽ പറന്നെത്തുകയാണ് സ്പോട്ടിലേക്ക്. എങ്ങനെ സുരേഷ് ഗോപി ഇത് അറിഞ്ഞു? എങ്ങനെയാണ് സുരേഷ് ഗോപി അതിവേഗത്തിൽ അവിടേക്ക് എത്തിയത്, മറ്റൊരു നേതാക്കളുമില്ലാത്ത നട്ടപ്പാതിരായ്ക്ക് എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. സുരേഷ് ഗോപി വന്ന് ചാടി ഇറങ്ങിയപ്പോൾ രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, സുരേഷ് ഗോപിയെ ആനയിച്ച് കൊണ്ടുവരുന്നത് വരാഹി എന്ന് പറയുന്ന ഒരു ബി.ജെ.പിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന ഒരു വൻകിട PR കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സുരേഷ് ഗോപിയെ ആനയിച്ചു കൊണ്ടുവരുന്നത്. രണ്ട്, സുരേഷ് ഗോപി അവിടെ എത്തി പോലീസുകാരുമായി ചർച്ച നടത്തിയതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന മട്ടിൽ പോലീസുകാരും അങ്ങ് മാറുകയാണ്. അതായത് സംഘപരിവാറിൻ്റെ ബി.ജെ.പിയുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ഇടപെട്ടതോടുകൂടി ജനലക്ഷങ്ങൾ അണിനിരന്ന തൃശ്ശൂർ പൂരം, തടസ്സപ്പെട്ട തൃശ്ശൂർ പൂരം ഒരു കുഴപ്പവുമില്ലാതെ അങ്ങ് നടന്നു. പണ്ട് ശബരിമല സമരകാലത്ത് വത്സൻ തില്ലങ്കേരി ആഭ്യന്തരമന്ത്രി കളിച്ചത് ഓർമ്മയില്ലേ? അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്നപ്പോൾ പോലീസിൻ്റെ കളിയിലൂടെ ശരിക്കും സംഭവിച്ചത്. PV അൻവർ എന്ന ഭരണപക്ഷ MLA ഇത് പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിലും മലയാളികൾക്ക്, കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിന് കുറേയായി പോലീസിലെ സംഘപരിവാർ കളികളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എങ്ങനെ പറയും, ഏത് വിധത്തിൽ ഇത് അവതരിപ്പിക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് PV അൻവർ തൃശ്ശൂർ പൂരം കലക്കൽ എന്ന വലിയ ബോംബുമായി വരുന്നത്. ADGP MR അജിത് കുമാർ, P ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി അടക്കമുള്ളവർക്കെതിരെ സംഘപരിവാർ വൽക്കരണത്തിന് കളമൊരുക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം PV അൻവർ ഉന്നയിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇവരെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിച്ചു. ADGP MR അജിത് കുമാർ മുമ്പ് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞത് തൃശ്ശൂർ പൂരം കലക്കൽ പോലീസിന് പങ്കില്ല, അങ്ങനെ കലങ്ങിയിട്ടില്ല, സുരേഷ് ഗോപിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ജനങ്ങളുടെ സമ്മർദ്ദം അതിശക്തമായപ്പോൾ, മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ PV അൻവറിനൊപ്പം അണിനിരുന്നപ്പോൾ ആഭ്യന്തര സെക്രട്ടറിക്ക് തിരുത്തേണ്ടി വന്നു. ADGP MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് എടുത്ത് തോട്ടിൽ കളഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ പുതിയ അന്വേഷണം വരികയാണ്. അതായത് തൃശ്ശൂർ പൂരം കലക്കി എന്നത് പകൽ പോലെ വ്യക്തമാണെന്നേ. CPIയുടെ നേതാവ് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ തൃശ്ശൂർ പൂരം കലക്കിയത് വലിയ പ്രശ്നമാണ് എന്ന്. അൻവർ ആരോപണം ഉന്നയിച്ചതോടുകൂടി തന്നെ വീണ്ടും സുനിൽകുമാർ ശക്തമായ ഭാഷയിൽ രംഗത്തെത്തി. കോൺഗ്രസും ഈ വിഷയത്തിൽ സജീവ ചർച്ചയുമായി രംഗത്തെത്തി, അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതായത് സംഘപരിവാറിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയെ പോലെ 2 തവണ തൃശ്ശൂർകാർ പൊട്ടിച്ചു വിട്ട ഒരു തോൽവിയെ ജയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരം നശിപ്പിക്കുക, അതും കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ പൂരം കലക്കുക. മറ്റൊരു നേതാവിനും ഈ വിവരം കിട്ടാത്ത വിധത്തിൽ സുരേഷ് ഗോപിക്ക് മാത്രം വിവരം കിട്ടുന്നു. സുരേഷ് ഗോപി സേവാഭാരതി ആംബുലൻസിൽ പറന്നു വരുന്നു. വരാഹി എന്ന PR കമ്പനിയുടെ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ, BJPയുടെ മുഴുവൻ PR പരിപാടികൾ സെറ്റ് ചെയ്യുന്ന കമ്പനിയാണ് അവർ.
നേരെ സുരേഷ് ഗോപിയെ ആനയിക്കുന്നു, സുരേഷ് ഗോപി പോലീസുമായി സംസാരിക്കുന്നു, സ്വിച്ചിട്ട പോലെ പ്രശ്നം തീരുന്നു, എല്ലാവരും സുരേഷ് ഗോപിക്ക് ജയ് വിളിക്കുന്നു, തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, സുരേഷ് ഗോപി 70,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഹിന്ദു വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തി അത് സുഖപ്പെടുത്തി കള്ളത്തരത്തിലൂടെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന ആരോപണം തൃശ്ശൂരുകാരെല്ലാവരും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. സുരേഷ് ഗോപി മറുപടി പറയണം. പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. സുരേഷ് ഗോപി കൂടി ഉൾപ്പെട്ട നെക്സസ് സുരേഷ് ഗോപിയുടെ ജയത്തിന് വേണ്ടി കലക്കിയതാണ് എന്ന് ജനങ്ങൾ പറയുന്നു, തൃശ്ശൂർകാർ പറയുന്നു. അല്ലെങ്കിൽ തന്നെ തൃശ്ശൂരുകാർക്ക് ഇങ്ങനെ കൊണ്ട് മതിയായിരിക്കുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളായി മാധ്യമങ്ങൾ വന്ന് ചോദിച്ചു, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന്. ഹാ ഹീ ഹൂ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് സുരേഷ് ഗോപി. ഒരു ജനപ്രതിനിധി എന്താകണമെന്നതിൻ്റെ അടിസ്ഥാനം പോലുമില്ലാത്ത വൃത്തികേടാണ് സുരേഷ് ഗോപി എന്ന് തൻ്റെ കോപ്രായത്തിലൂടെ കാണിച്ചത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദ്യം ചോദിച്ച ചാനലുകാരനെ വിരട്ടുന്ന മട്ടിലായിരുന്നു ഇയാളുടെ പരിപാടി. അത് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കി ജോർജ് കുര്യൻ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിയായി പണിയെടുത്ത് കാണിച്ചപ്പോഴാണ് സുരേഷ് ഗോപിയുടെ തലയിൽ ബൾബ് കത്തിയതോ ഇതാണല്ലോ എൻ്റെ പണിയെന്ന്. പിന്നെ മോദി വന്നപ്പോൾ അറ്റം പറ്റി അവിടെ പോയി നിന്നു. അതുപോലെ തന്നെ ഈ മനുഷ്യൻ വേറെയും കുറേ വങ്കത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. BJP ദേശീയ നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. എന്താണ്? കേന്ദ്രമന്ത്രി ആയാലും ഞാൻ സിനിമയിൽ അഭിനയിക്കും, 21 സിനിമ വരാൻ പോവുകയാണ്, അതിൻ്റെ പേരിൽ കേന്ദ്രമന്ത്രി പണി പോയാലും കുഴപ്പമില്ല എന്ന്. എന്ത് വങ്കനാണ്! കേരളത്തിനൊരു കേന്ദ്രമന്ത്രി, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന് നാട് മുഴുവൻ ഫ്ലെക്സ് അടിച്ച് ഒട്ടിച്ചിട്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട മനുഷ്യനാണ്, മുതലാണ്. എന്നിട്ട് കേന്ദ്രമന്ത്രിയാക്കി ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു. ഇപ്പോൾ തൃശ്ശൂരിൽ ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ബജറ്റിൽ ഒന്നുമില്ല, തൃശ്ശൂരിന് പോയിട്ട് കേരളത്തിനും ഒന്നുമില്ല. അതിനെപ്പറ്റി ബ്രിട്ടാസ് ചോദിച്ചപ്പോൾ ബബ്ബ അടിയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ജനങ്ങളോട് പറഞ്ഞു ഞാൻ കേന്ദ്രമന്ത്രി ആവുകയാണ്, ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം തരുമെന്ന് പറഞ്ഞിട്ട് നേരെ കേന്ദ്രമന്ത്രിയാകുന്നു. കേന്ദ്രമന്ത്രി ആയതിന് പിന്നാലെ പറയുകയാണ്, എനിക്ക് സിനിമ മതി, എനിക്ക് കേന്ദ്രമന്ത്രി വേണ്ട, പോയാലും കുഴപ്പമില്ല. സിനിമയുടെ ലിസ്റ്റുമായി അമിത്ഷായുടെ മുമ്പിലേക്ക് ചെല്ലുന്നു, അമിത്ഷാ വലിച്ചു കീറി ദൂരെ എറിയുന്നു, ഓടിക്കുന്നു. ഇത് ആശാൻ തുറന്നു പറയുന്നു. ആര്? സുരേഷ് ഗോപി. അതായത് എന്താണ് തൻ്റെ പദവിയെന്നോ ആ പദവിയിലിരുന്ന് എന്താണ് ചെയ്യേണ്ടതെന്നോ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നോ ഒന്നും ഒരു ധാരണയുമില്ലാത്തൊരു മുതലാണ് ഈ മുതലെന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തൃശ്ശൂർ പൂരം കുളമാക്കി അതിലൂടെ നേട്ടമുണ്ടാക്കി ജനങ്ങളെ പറ്റിച്ച് അധികാരം നേടിയ ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്ന ചർച്ച കൂടി സജീവമാകുന്നത്. എന്തായാലും ADGPയുടെ റിപ്പോർട്ട്, അതായത് പൂരം കലക്കൽ ഉണ്ടായിട്ടില്ല, ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന ADGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തള്ളിക്കളയുകയും പുതിയ അന്വേഷണം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തതോടെ സുരേഷ് ഗോപി നാണം കെടാനുള്ള തൃശ്ശൂരിലെ വോട്ടർമാരോട് കണക്ക് പറയേണ്ടി വരുന്ന സമയം വരാൻ പോവുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. ഏതെങ്കിലും തരത്തിൽ പൂരം കലക്കലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. VS സുനിൽകുമാറൊക്കെ ഉന്നയിച്ചതുപോലെ പൂരം കലക്കലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അത് BJPയും സുരേഷ് ഗോപിയും ഈ പറയുന്ന വരാഹി എന്ന് പറയുന്ന PR കമ്പനിയും പോലീസ് ADGP MR അജിത് കുമാറും ഒക്കെ ചേർന്ന് നടത്തിയതാണ് എന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ വന്നാൽ അത് ന്യൂനപക്ഷങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ LDF സർക്കാരിന് തീരാക്കളങ്കമാകും. അതിനൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് വലിയ നാണക്കേടാകും. പിന്നെ കേരളത്തിൽ BJPക്ക് സംഘപരിവാറിന് സുരേഷ് ഗോപിക്ക് നിലതൊടാൻ കഴിയില്ല. ഇനി ഒരു സീറ്റ് പോലും BJPക്ക് കേരളം കൊടുക്കുകയുമില്ല. ഹിന്ദുവിനെ ചതിച്ച്, ഹിന്ദു വിശ്വാസത്തെ ചതിച്ച്, ഹിന്ദു വിശ്വാസികളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയ ശേഷം, അവരെ കബളിപ്പിച്ച ശേഷം, ഒടുവിൽ അതിൽ ഈ വ്രണപ്പെടുത്തിയവർ തന്നെ മരുന്ന് തേച്ച് ഞങ്ങളാണ് രക്ഷകർ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ എല്ലാവരെയും പറ്റിച്ച ഒരു സാഹചര്യമാണ് തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടായത് എന്നാണ് ആരോപണം. അത് ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ വഞ്ചകർക്ക് ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല, ഹിന്ദു വിശ്വാസികൾ മാപ്പ് കൊടുക്കില്ല. സംഘപരിവാറിനെ ഹിന്ദുക്കൾ തന്നെ പാഠം പഠിപ്പിക്കുന്ന, തൃശ്ശൂരിലെ പൂരപ്രേമികൾ തന്നെ പാഠം പഠിപ്പിക്കുന്ന, കേരളത്തിലെ തൃശ്ശൂർ പൂരത്തെ നെഞ്ചേറ്റുന്ന ജനലക്ഷങ്ങൾ തന്നെ പാഠം പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതും സുരേഷ് ഗോപിക്ക് മഹാ നാണക്കേടാകും, സംശയം വേണ്ട.